इसमें स्वीट आइटम कौन सा है? कौन सा? ये वाला? ये क्या, इसका नाम क्या है? ये वाला चिकन है. इससे स्वीट आइटम्स कौन कौन? ये डिश का नाम क्या है? ഈ സ്വീറ്റ് ഐറ്റം കൂടെ തരുമോ? നമസ്കാരം. തിരുവനന്തപുരം ലുലുവിലാണ് ഞാനിന്നിരിക്കുന്നത്. ലുലുവിൽ ആദ്യമായിട്ട് ഇവിടെ തിരക്ക് കഴിഞ്ഞ ഒരു ദിവസം വന്നിട്ട് ഇവിടെ നല്ല തിരക്ക്. പക്ഷേ പെട്ടെന്ന് എനിക്ക് പെണ്ണിൽ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ് ഹൗസ് എന്ന സ്ഥലത്താണ്. ക്ലബ് ഹൗസിൽ നിന്ന് വന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു കിളിക്കൂട് ഓർഡർ ചെയ്തത്. അപ്പോൾ കിളിക്കൂടാണ് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. കിളിക്കൂട് കാണാമല്ലോ അല്ലേ? നമ്മൾ തലശ്ശേരിയിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള സാധനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ നോയമ്പ് കാലത്ത്, നോയമ്പ് തുറക്കൽ സമയത്തൊക്കെ ഉള്ള സാധനമാണ്. ഇതിനകത്ത് ഉള്ളതെന്ന് പറഞ്ഞാൽ ചിക്കനും കൊച്ചൊരു മുട്ട, നമ്മുടെ കാടമുട്ടയൊക്കെ ആയിട്ട് എരിവും പുളിവൊക്കെയുള്ള സാധനമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ കിളിക്കൂടൊന്ന് ട്രൈ ചെയ്യാൻ പോണത്. കിളിക്കൂട് ട്രൈ ചെയ്യാൻ നിങ്ങൾ കണ്ട ഒരു ശരിക്കും പറഞ്ഞാൽ കിളിക്കൂടിൻ്റെ ആകൃതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചിട്ട് ഞാൻ ബാക്കി അഭിപ്രായം പറയാം. ഹലോ ഹലോ ഹലോ. കിളിക്കൂടിലോട് ഒരിക്കലും കിളിക്കൂടും അച്ചായനുമായിട്ടുള്ള ബന്ധം. ഇതുണ്ട് കിളിക്കൂട് സാധനം കാണാൻ. എല്ലാവർക്കും കിളിക്കൂട് എന്താ നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. ഒരു ചെറിയൊരു കാടമുട്ടയുണ്ട്. കേട്ടോ, അതുകൊണ്ട് ഈ സ്നാക്കായിട്ട് ഇതിൽ ബെസ്റ്റ് സാധനം. നല്ല എരിവും ഒക്കെ ഉണ്ട്, അങ്ങനെ എരിവില്ല. എന്നാലും ചിക്കൻ നല്ലതായിട്ട് നിറച്ച് വെച്ചിട്ട് മുട്ടയുണ്ട്. ഇത് റെസിപ്പി എന്താണെന്ന് അറിയില്ല, ഒന്നും കൊള്ളാം. കിളിക്കൂട് അടിപൊളി. 2 കിളിക്കൂട് പകുതിയൊക്കെ അവിടെ ഇട്ടിരിക്കുകയാണ് ഞങ്ങൾ. അതായത് കിളിക്കൂട് ഇനിയിപ്പോൾ മുട്ട ഒന്ന് കഴിച്ച് നോക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലാഴ്ചയായിട്ട് നമ്മൾ ആദ്യം കിളിക്കൂട് കഴിച്ചു. എല്ലാഴ്ചയായിട്ട് ഞാനങ്ങോട്ട് നടന്നു പോവാണ്. സംഗതി കൊള്ളാം. കിളിക്കൂടി നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കടയുടെ പേരെന്ന് പറഞ്ഞാൽ ക്ലബ് ഹൗസാണ്. ഇവിടെ മലബാർ സാധനങ്ങളാണ് കിട്ടാറുള്ളത്. അപ്പോൾ കടയുടെ മുന്നിൽ ഉള്ള സാധനങ്ങൾ ഒരുപാട് കേക്ക്സ് ഉണ്ട്. അപ്പുറത്തെന്താ ഉള്ള ഫുള്ള് കിളിക്കൂട് നമ്മൾ കഴിച്ചു. ഇതെന്താ രണ്ടാമത് സാധനം? എന്താ ഇതല്ലേ പോക്കറ്റ് ഷവർമ? ഓ ഓക്കെ, ഇത് ഫ്രൈഡ് പോക്കറ്റ് ഷവർമ. അത് മറ്റേ നോർമൽ പോക്കറ്റ് ഷവർമ. ഫ്രൈഡ് നോർമൽ. ഓക്കെ, ചെറിയ ഷവർമയുണ്ട്, ഫ്രൈഡും അല്ലാണ്ടുള്ളത്. നമ്മളത് അതെന്തായിരുന്നു സാധനം? കട്ട്ലേറ്റാ? ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ട്. താഴെ ഇരിക്കുന്ന സാധനം തുർക്കി പത്തിരി. ഓക്കെ, തുർക്കി പത്തിരി. അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് ഇനി അഭിപ്രായം പറയാം. നമ്മൾ ഓടിപ്പോവാണ് കഴിക്കാനായിട്ട്. നമ്മുടെ സ്വീറ്റ് ഐറ്റം ആണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ സ്വീറ്റ് ഐറ്റം നമ്മൾ കഴിക്കാൻ പോവാണ്. സ്വീറ്റ് ഐറ്റം കഴിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഓക്കെ. അടിപൊളി. ഇതാണ് സാധനം കേട്ടോ. ഞാനത് പൊളിക്കുകയാണ് കേട്ടോ. പൊളിക്കണുണ്ട്. നല്ല സാധനം. അവർ പറഞ്ഞതനുസരിച്ച് ചെറിയ ഇതൊക്കെ തലശ്ശേരി നോർത്ത് കേരളയിലുള്ള മലബാറിലുള്ള സാധനങ്ങളാണ്. അതിനതാണ് തലശ്ശേരിക്കാരാണ് ഇതിൻ്റെ പുറയിലുള്ളത്. അപ്പോൾ നല്ലതായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇത് മൈദയിൽ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് കോക്കനട്ട് ഉണ്ട് ഞാൻ എടുത്തത്. ശരി, ഫില്ലായിപ്പോയെന്നൊരു സംശയം. കുറച്ചുകൂടെ വരുന്നുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ഫില്ലിംഗ് ഉണ്ട്. എന്ന് കഴിച്ചു നോക്കാം എന്തെന്നുള്ളതാണ്. ഇതിനകത്ത് പഴവും ശർക്കരയൊക്കെയാണ് കേട്ടോ. തേങ്ങാപ്പീരയുണ്ട്. തേങ്ങാപ്പീര എന്നാണ് പറയുന്നത്. കോക്കനട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്. ഞാൻ നേരത്തെ കഴിച്ച് കിളിക്കൂടിന് കഴിച്ചിട്ട് ഇതൊക്കെ ഡെസേർട്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നറാണത്. കുഴപ്പമില്ല. എവിടെയാണ്? ലുലു. വെരി നൈസ്, അടിപൊളി.